Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഷുഗർ ബീഡ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സ്മോൾ സൈസിലെ ഷുഗർ ബീഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കട്ട് ബീഡ്സും വേണം. അതും ഗോൾഡൻ കളറിൽ തന്നെ കട്ട് ബീഡ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 ബീഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വരയ്ക്കുന്നതും ഒക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതാണ് നമ്മളുടെ പാറ്റേൺ വന്നിട്ട്. പാറ്റേൺ അങ്ങനെ ഇതുപോലെ പേപ്പറിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് നിങ്ങൾക്ക് റൗണ്ട് നെക്കാണോ വി നെക്കാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ മാർക്കിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡിലേക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കണം. അവിടുന്ന് താഴേക്ക് യോക്കിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത്രയും നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ അതിനുശേഷം ഒരു യു ഷേപ്പിൽ നമ്മളൊന്ന് വരച്ചെടുക്കുക. ഈ ഒരു മോഡലിൽ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ യു ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുത്തല്ലോ, അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ലൈനും കൂടെ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. 2 ലൈനായിട്ട് വരച്ച് കൊടുക്കുക. അത് നമ്മൾ ആ 2 ലൈനും ബീഡ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 ലൈൻ, ചെറിയ 2 ലൈൻസാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം കുറച്ച് റൗണ്ട്സ് കൊടുത്തിരിക്കുന്നതുണ്ടോ, അതൊക്കെ നമുക്ക് ഫ്ലവേഴ്സ്, അതായത് നമ്മുടെ ബീഡ്സ് കൊണ്ടുള്ള ഫ്ലവേഴ്സൊക്കെ വരാൻ വേണ്ടിയാണ്. അതിന് ശേഷം നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള 2 ലൈൻസ് വീണ്ടും കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ബീഡ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റിൻ്റെ ഡിസൈൻ നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് സ്ലീവിലും ചെയ്ത് കൊടുക്കാം. സ്ലീവിന് നമുക്ക് ഈ ഒരു ബോർഡർ ലൈൻ മുകളിലും താഴെയും, അതായത് സ്ലീവിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് മുകളിലും താഴെയും അടയാളപ്പെടുത്തി കൊടുത്തിട്ട് പിന്നെ നമുക്ക് അതിനകത്താണ് സ്പ്രെഡിങ് ഒക്കെ, ബീഡ് സ്പ്രെഡിങ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതൊരു ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് കേട്ടോ. ഇത് കുറച്ച് ദിവസം നമുക്ക് എടുക്കും, കാരണം പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. കുറച്ച് ദിവസം എടുക്കും നമുക്കൊരു വർക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മെറ്റീരിയലിലേക്ക് മാർക്കിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നീഡിലെടുക്കുക. നീഡിലെടുത്തിട്ട് ഞാനൊരു 3 ബീഡ്സ് ത്രെഡിലേക്ക് എടുക്കുന്നുണ്ട്. കട്ട് ബീഡ്സാണ് കേട്ടോ എടുക്കുന്നത്. കട്ട് ബീഡ്സ് എടുത്തിട്ട് ഒന്ന് ചരിച്ച് കൊണ്ടുവന്ന് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ആ ഒരു മുകളിൽ നിന്നുള്ള ചരിച്ച് കൊണ്ടുവന്നിട്ട് ഒരു 3 ബീഡ്സ് വെച്ചിട്ട് ആ 2 കുഞ്ഞു ലൈൻസൊക്കെ ഒന്ന് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ചെറിയ ലൈൻസ് കൊടുത്തേക്കുന്നത്. നമ്മൾ പിക്ചറിൽ കണ്ടില്ലേ, അതുപോലെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചരിച്ച് കൊണ്ടുവരിക. നമുക്ക് എന്നിട്ട് ആ ലൈൻസ് ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായത് ഫസ്റ്റ് 2 ലൈൻസ്, അതിന് ശേഷം വന്നിരിക്കുന്ന പോയിൻറ്റ്സ് ഇട്ടുള്ള ഭാഗത്തൊക്കെ നമുക്ക് നമ്മുടെ ഒരു ബീഡ്സ് വർക്കാണ് വരുന്നത്. അതിന് ശേഷം വീണ്ടും ഈ ഒരു 2 ലൈൻ വരച്ചിട്ട് ഇതുപോലെ ബീഡ്സ് അടുപ്പിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തൊട്ട് താഴെ ഞാൻ കണ്ട കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ആ പോയിൻറ്റ്സ് കൊടുത്തേക്കുന്ന ഭാഗത്തൊക്കെ നമുക്കൊരു ബീഡൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. എന്താ ഈ ഒരു സൈസിലെ ബീഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ലോക്കിട്ട് കൊടുക്കാം. ലോക്കിട്ട് കൊടുത്തിട്ട് അതിന് ചുറ്റിനും നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഷുഗർ ബീഡ് ഉണ്ടല്ലോ, ആ ഒരു ഷുഗർ ബീഡ് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഷുഗർ ബീഡ്സ് നമുക്ക് അതിന് ഈ ഒരു റൗണ്ട് ബീഡിന് അളവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഷുഗർ ബീഡ്സ് എടുത്തിട്ട് എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബീഡ്സ് ആണെങ്കിലും മതി കേട്ടോ. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ബീഡായാലും മതി, നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു ബീഡുണ്ടല്ലോ, ആ ഒരു ബീഡിൻ്റെ അകത്തോട്ട് ഫസ്റ്റ് ബീഡ് കണ്ടില്ലേ, ആ ഒരു ബീഡിൻ്റെ അകത്തേക്ക് നമ്മൾ നീഡിലൊന്ന് കയറ്റി കൊടുത്ത് താഴേക്ക് ലോക്കിട്ട് എടുക്കുവാണ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ബീഡ്സ് കിട്ടും. എന്നിട്ട് പിന്നെ നമ്മളിതൊന്ന് ലോക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ ഈ ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റ് വരുന്നത്. ബാക്കിയുള്ള ഭാഗവും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് 2 ലൈൻസ് വരച്ചിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് കേട്ടോ, ഈ ഒരു ചെറിയ ലൈൻസിലാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ 3 ബീഡ്സ് വരെ ചരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ ആ ഒരു ലൈൻ വരച്ച് വീണ്ടും നമ്മൾ ഇതുപോലെ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക്
ഒരു റൗണ്ട് ബീഡ്, ഒരു കുഞ്ഞു റൗണ്ട് ബീഡ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിലല്ല, നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് വരച്ചിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ദാ ഇതുപോലെ നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ആ ഒരു 3 ബീഡ്സ് വെച്ച് ചരിച്ച് കൊടുക്കുക. അതിനുശേഷം ഈ റൗണ്ട് ബീഡ്സും വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുക. ഇപ്പം അത്രയേ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ യോക്കിൻ്റെ ഫുൾ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്കതൊന്ന് ചെയ്യുന്നതെന്നുള്ളതൊന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ പേപ്പറിൽ ഞാൻ വരച്ചൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇതുപോലെ ആ ഒരു ആദ്യത്തെ 2 ലൈന്, പിന്നെ റൗണ്ട്, പിന്നെ അതിന് ശേഷം വീണ്ടും 2 ലൈൻ വരച്ചേക്കുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു റൗണ്ട് അതിന് തൊട്ടായിട്ട് ഒരു കുഞ്ഞു ബീഡ്സും കൂടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഇങ്ങനെയാണ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് കേട്ടോ ഇത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.